അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ 90 ആ കാലഘട്ടത്തിലുള്ള ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതും ഒരു കുക്കർ മാത്രം ഉപയോഗിച്ചുകൊണ്ട്. അന്ന് കൂടുതലും ബീഫ് ബിരിയാണി ആയിരുന്നല്ലോ, അതുകൊണ്ട് നമുക്ക് ചിക്കൻ കൊണ്ട് എങ്ങനെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം. അപ്പൊ ഇതിന്റെ അളവ് സഹിതം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ലോങ് ഉണ്ടാവും വീഡിയോ. അപ്പൊ ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു 700 ഗ്രാം ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. ഇത് കൈമ റൈസ് ഒന്നല്ല കേട്ടോ, സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബിരിയാണി അരി ഉണ്ടല്ലോ, അതാണ്. ആ അരിയുടെ ഫസ്റ്റ് ക്വാളിറ്റി അരിയാണ്. അപ്പോൾ ബിരിയാണി വെക്കുമ്പോൾ നല്ല അരി നോക്കി വാങ്ങുക, ഫസ്റ്റ് ക്വാളിറ്റി അരി തന്നെ ചോദിച്ച് വാങ്ങാം കേട്ടോ. ഇനി ഈ അരി നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു 5 ലിറ്ററിന്റെ കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 5 ലിറ്ററിന്റെ കുക്കറിന്റെ അളവിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. അതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ അളവാണ് നമ്മൾ പറയണത്. കുക്കർ ചൂടായാൽ അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് എണ്ണയും പറ്റും. വെളിച്ചെണ്ണ നല്ലതല്ല എന്നല്ല അതിന്റെ അർത്ഥം. ബിരിയാണിക്ക് നല്ലത് സൺഫ്ലവർ ഓയിലോ അതേപോലെ വെജിറ്റബിൾ ഓയിലോ ഒക്കെയാണ് നല്ലത്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ട്. അപ്പൊ ഏത് നെയ്യും പറ്റും കേട്ടോ, RKGയോ മിൽമയുടെ നെയ്യോ ഒക്കെ പറ്റും. എണ്ണ ചൂടായാലും ഒരു 3-4 ചെറിയ പട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട്. അതേപോലെ ഒരു 10ഓളം ഗ്രാമ്പു, ഒരു 5 ഏലക്കായ്. പിന്നെ ഇത് നമ്മൾ നേരത്തെ കാണിച്ച അരി എടുത്ത പാത്രമാണ്. ഈ പാത്രത്തിന് കറക്റ്റ് ആയിരുന്നു അരി. അപ്പോൾ ഇതിന് 2 പാത്രം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട്. നമ്മൾ ചോറ് ഊറ്റിയെടുക്കല്ല, വറ്റിച്ചെടുക്കുകയാണ്. നിങ്ങൾ ഏത് പാത്രത്തിലാണ് അരി എടുക്കുന്നത് അതിന് കറക്റ്റ് 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു പിടി മല്ലിയിലും പുതിനയിലും അരിഞ്ഞത് ഇട്ട് കൊടുക്കണ്ടേ. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. ക്യാരറ്റ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 2.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണ്ടേ. പിന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് നിന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിള വന്നാൽ നമ്മൾ ആദ്യം കഴുകി വെച്ച അരി ഇതിലേക്കാണ് ഇട്ട് കൊടുക്കണ്ടേ. അരി ഇട്ടെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കണം കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കട്ട കുത്തി പോവും ചോറ്. നമ്മളിത് വറ്റിച്ചെടുക്കുകയാണല്ലോ, അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഇത് മൂടി വെക്കണം. ഇനി ഇത് മൂടി വെച്ചിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 വിസിലുണ്ട് അടുപ്പിച്ചെടുക്കുക. 2ാമത്തെ വിസിൽ വന്നതിന് ശേഷം അപ്പം തന്നെ തീ ഓഫ് ചെയ്യുക. കൂടുതലിട്ട് വേവിക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം 2 വിസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. ഒരു 5 മിനിറ്റ് ഇരുന്നപ്പോൾ തന്നെ ഇതിന്റെ ആവിയൊക്കെ ഒന്ന് പോയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പൊ ചോറ് നല്ല ഉഷാറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. വേവ് കൂടിയോ കുറഞ്ഞൊന്നും പോയിട്ടില്ല, കറക്റ്റ് വേവാണ്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. കുറച്ച് വലുപ്പമുള്ള പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റിയിടാം. ഇതിന്റെ ആവിയൊക്കെ ഒന്ന് പോയിട്ട് നല്ല സ്മൂത്തായിട്ട് ചോറ് കിട്ടാനാണ് കുറച്ച് വിസ്തീർണമുള്ള പാത്രത്തിലേക്ക് നമുക്ക് മാറ്റണത്. ഇനി ഇത് അവിടെ ഇരിക്കട്ടെ. വീണ്ടും സ്റ്റവ് വെച്ച ശേഷം നമ്മൾ ആ കുക്കർ തന്നെ വെച്ചിട്ടുണ്ട്. കുക്കർ ഒന്ന് ചൂടായാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായാൽ അതിലേക്ക് 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടുണ്ട് വാട്ടിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വാടണം കേട്ടോ. ബിരിയാണിക്ക് നല്ല രുചി വരുന്ന സംഭവമാണല്ലോ ഉള്ളി. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടിയാൽ തന്നെ നമുക്ക് ആ രുചി കിട്ടുള്ളൂ. കരിയാത്ത രൂപത്തിൽ നല്ല വെന്ത് വാടി കിട്ടണം, ആ രൂപത്തിലുണ്ട് വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളി വാട്ടിയെടുക്കാനേ കുറച്ച് താമസമുള്ളൂ, ബാക്കിയൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. ആദ്യം തന്നെ ഉള്ളിയിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ട് വാട്ടരുത്, ഉള്ളി വാടി കിട്ടാൻ താമസം എടുക്കും. ഉള്ളി വാടി കഴിഞ്ഞ ശേഷം ഇട്ട് കൊടുത്താൽ മതി ഇൻഗ്രീഡിയൻസ് ഒക്കെ. ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10ഓളം വെളുത്തുള്ളി ചതച്ചതും അത്ര തന്നെ അളവിൽ ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് നടുകേറി ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് ചതച്ചും ചേർക്കാട്ടോ, കുഴപ്പമില്ല. പിന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടുണ്ട് വേവിച്ചെടുക്കാം. അതിന്റെ ഈ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടുണ്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും ചേർക്കണം കേട്ടോ, നിർബന്ധമാണ്. കാരണം ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കണില്ല കേട്ടോ. പിന്നെ വേണ്ടത് ഇതിലേക്ക് ബിരിയാണി മസാലയാണ്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണി മസാല ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ. നിങ്ങൾ ഈ മസാല മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടും നിങ്ങൾക്ക് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 2 ചെറിയ തക്കാളി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. വലിയ തക്കാളി ആണെങ്കിൽ 1 ചേർത്താൽ മതി കേട്ടോ. അതും ചേർത്തിട്ട് തക്കാളി ഒന്ന് വെന്ത് കിട്ടുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1.5 മിനിറ്റിന് ഇതൊന്ന് ഇതേപോലെ ഇളക്കി വേവിച്ചെടുത്താൽ തക്കാളി ഒന്ന് പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ തക്കാളി മസാല ഒക്കെ നന്നായി കൂടി ചേർന്നിട്ടുണ്ട്. ഇനി ഒരു 750 ഗ്രാം ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്താണ്, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്താട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ബ്രോയിലർ ചിക്കനാണ്, എളുപ്പം വെന്ത് കിട്ടും കേട്ടോ.
ഇനി ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമായിട്ട് ചേർക്കണം കേട്ടോ. തൈര് നിങ്ങൾ ചേർക്കാതിരിക്കരുത്, ഇത് നിർബന്ധമാണ്. എന്നിട്ട് ഇത് എല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ആകണം കേട്ടോ. ആ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നിങ്ങൾ ഇതേ മസാലയൊക്കെ കൂട്ടിയിട്ട് ഈ കാണിച്ച പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണമെങ്കിലേ നല്ല അടിപൊളി ബിരിയാണി കിട്ടും കേട്ടോ. കുക്കറിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പൊ ഇനി ബിരിയാണി ഉണ്ടാക്കാൻ പേടിയുള്ളവരും ടെൻഷൻ ഉള്ളവരൊക്കെ ഇതേപോലെ രീതിയിലുണ്ട് ഉണ്ടാക്കിയെടുത്തോ, ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല ഉഷാറ് ബിരിയാണി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ. അപ്പൊ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പിട്ടെടുത്തതേ നമ്മൾ ഉള്ളി വാട്ടിയപ്പോൾ കുറച്ച് ഉപ്പിട്ടെടുത്തിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഉപ്പും കൂടി നോക്കിയിട്ട് വേണം ബാക്കി ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തത്. അപ്പൊ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം അടച്ചു വെച്ചിട്ടേ ഒരു 2 വിസിലുണ്ട് അടുപ്പിച്ചെടുക്കുക കേട്ടോ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലുണ്ട് അടുപ്പിച്ചെടുക്കുക. അപ്പൊ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് 2 വിസിൽ മതി. അപ്പൊ 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവിയൊക്കെ ഒന്ന് പോയതിനു ശേഷം നമുക്ക് തുറന്നു നോക്കാം. എന്താ മണം എന്നറിയോ. അപ്പൊ ചിക്കനൊക്കെ ഒരു 80% വെന്ത് നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി. ചിക്കൻ ഓവറായിട്ട് വെന്ത് പോകാനും പാടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും പുതിനയിലും അരിഞ്ഞെടുത്താണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി കൂട്ടിയിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഇതിന്റെ മസാലയുടെ സ്മെല്ല് വരുമ്പോൾ തന്നെ നല്ലൊരു ബിരിയാണി സ്മെല്ല് നമുക്ക് കിട്ടും കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു മലബാർ സ്റ്റൈൽ ബിരിയാണിയും കൂടി വേണമെങ്കിൽ ഇതിന് പറയാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചോറ് ഇട്ട് കൊടുക്കാം. ഒരു പകുതി ചോറ് നമുക്ക് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി, അതേപോലെ കുറച്ച് കാഷ്നട്ട്, ഇതൊക്കെ ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു നുള്ള് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ലെയർ ചോറും കൂടി ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഫുള്ളായിട്ട്. അപ്പോൾ ഒരു 5 ലിറ്റർ കുക്കറിന്റെ ഒരു 1/4 ഭാഗത്തോളം ഇത് മൊത്തത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മൂടി വെച്ചിട്ടേ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഉണ്ട് ആവിയേറ്റി കൊടുക്കാം. നമ്മൾ ദമ്മ് കയറ്റി കൊടുക്കാന്ന് പറയില്ലേ, അതേപോലെ. അത് കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആവിയൊന്നും വരുത്തരുത്തിട്ടോ അങ്ങനെ കൂടുതൽ വെച്ചിട്ട്. അപ്പൊ അതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാം. വാങ്ങി വെച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ ചോറിലേക്ക് ആ മസാലയുടെ ദമ്മൊക്കെ കയറിയല്ല ഉഷാറാവും കേട്ടോ. ഇനി നമുക്ക് തുറന്നു നോക്കാം. അല്ലേ, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മസാല ഒക്കെ ഒന്ന് എടുത്തു നോക്കാം കേട്ടോ. കേട്ടോ, ഏതാ കളറ്. നമ്മളെ ബിരിയാണി നമ്മളെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്റ്റൈലൻ ബിരിയാണി ആയില്ലേ. അപ്പൊ ഒരു കുക്കർ ഉണ്ടെങ്കിലേ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ ചിക്കനൊക്കെ നല്ല അടിപൊളി വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. കണ്ടില്ലേ, ചിക്കനൊക്കെ നല്ല ഉഷാറായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മസാല ഒക്കെ കൂട്ടിയിട്ടേ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. 100% ഞാൻ ഉറപ്പ് തരാം. നല്ല ഉഷാറായിട്ട് നിങ്ങൾക്ക് കുക്കറിൽ ഉണ്ടാക്കാം കേട്ടോ. ഇനി കുക്കർ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. കണ്ടല്ലേ, നല്ല ഉഷാറായിട്ട് വന്നിട്ടില്ലേ. കുറച്ചു കാലം പുറകോട്ട് പോയാലേ നമ്മളെ കല്യാണത്തിനൊക്കെ ബിരിയാണി കിട്ടൂലേ, ആ ഒരു രുചിയാട്ടോ ഈ ബിരിയാണിക്ക്. ഞാൻ വെറുതെ പറയല്ല കേട്ടോ. എന്തായാലും നമുക്ക് പണ്ടത്തെ പോലെ തന്നെ ഒരു കുത്ത് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ ഒരു കുത്തിലേക്ക് നമ്മൾ ഇത് മൊത്തത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു വാഴൻ്റെലേക്ക് ഇതേപോലെ കുത്തി കൊടുക്കുക. അല്ല, നല്ല കുത്ത് ബിരിയാണി ആയില്ലേ. പഴയകാലത്ത് വാഴയുടെ ഇലയിലായിരുന്നുള്ള നമുക്ക് ബിരിയാണിയൊക്കെ കിട്ടിയിരുന്നത്. കുറച്ച് അച്ചാറും കുറച്ച് തൈരൊക്കെ കൂട്ടിയിട്ട് അത് കഴിച്ചാണ്ടല്ലോ, വേറെ ലെവലാണ് കേട്ടോ. ഇനി ഒരു ഉരുളെടുത്തിട്ട് നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. അതിന്റെ രുചി ഒന്നും പറയാനില്ല. അത്രക്ക് രുചിയാണ്. അപ്പോൾ ഒരു വട്ടെങ്കിലും കുക്കറിൽ ഇതേപോലെ ഒന്ന് ബിരിയാണി വെച്ച് നോക്കുക. നല്ല ഉഷാറായിട്ട് നിങ്ങൾക്ക് ബിരിയാണി കിട്ടും. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഒന്ന് ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.